ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു BPL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ BPL സാക്ഷ്യപത്രം പഞ്ചായത്ത് സെക്രട്ടറി അനുവദിച്ച് നൽകുന്ന BPL സാക്ഷ്യപത്രത്തിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കസ്റ്റമർക്ക് പല സാഹചര്യങ്ങളിലും ഇത് വന്നേക്കാം. ചികിത്സ സംബന്ധമായ ആനുകൂല്യങ്ങളുടെ ആവശ്യങ്ങൾക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയോറിറ്റി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ട സന്ദർഭങ്ങളിൽ, ഇവൻ നമ്മുടെ റേഷൻ കാർഡിന്റെ കാറ്റഗറി ചേഞ്ച് അല്ലെങ്കിൽ റേഷൻ കാർഡ് BPL കാർഡിലോട്ട് മാറ്റണമെങ്കിൽ അതിനുള്ള സന്ദർഭങ്ങളിൽ ഒക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വന്നേക്കാം. അപേക്ഷ കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ലോഗിൻ ബാർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യൂസർ ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. എങ്ങനെ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ളത് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ കാണുക. പഞ്ചായത്ത് സർവീസിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ലാംഗ്വേജ് ഇവിടെ ഇംഗ്ലീഷ് ആണ് നിലവിലുള്ളതെങ്കിൽ മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപേക്ഷ കൊടുക്കാനായിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ സാക്ഷ്യപത്രങ്ങൾ എന്നുള്ള മെനുവില് BPL സാക്ഷ്യപത്രം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ഒന്ന് BPL പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് BPL സാക്ഷ്യപത്രം, ഒന്ന് BPL പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കുള്ള BPL സാക്ഷ്യപത്രം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് BPL പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് സാക്ഷ്യപത്രം ലഭിക്കുന്ന അപേക്ഷ എന്നുള്ള ഓപ്ഷൻ ഭാഗത്താണ്. അത് ക്ലിക്ക് ചെയ്യുക. ജില്ല തെരഞ്ഞെടുത്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏത് ഓഫീസിലാണോ നമ്മൾ, ഏത് പഞ്ചായത്തിലേക്കാണോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം എന്നുള്ളത് സെലക്ട് ചെയ്ത്, അപേക്ഷകന്റെ വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകളാണെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള അപേക്ഷകന്റെ ഡീറ്റെയിലുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം തന്നെ തിരിച്ചറിയൽ രേഖ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡും, തിരിച്ചറിയൽ രേഖ നമ്പർ എന്നുള്ള കോളത്തിൽ ആധാർ കാർഡ് നമ്പറും, അപേക്ഷകരുടെ അല്ലെങ്കിൽ അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് അതും, പിന്നെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്ത് താഴേക്ക് വന്ന് രണ്ട് സ്ഥലങ്ങളിലും കൃത്യമായിട്ട് അഡ്രസ്സിനുള്ള കോളമാണ്, അത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക. വീട്ടുപേര്, പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം, പോസ്റ്റ് ഓഫീസ്, ഇത്രയും കാര്യങ്ങൾ അവിടെ പൂരിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടിക്ക് ബോക്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്ത കോളം എന്നുള്ളത് ഒരു അപേക്ഷ തയ്യാറാക്കുക എന്നുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് നമുക്ക് രണ്ട് തരത്തിലാണ് അപേക്ഷ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, നോർമലി നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഒരു അപേക്ഷ തയ്യാറാക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അപേക്ഷ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കസ്റ്റമറെ കൊണ്ട് ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതിപ്പിക്കാനാണെങ്കിൽ വെള്ളക്കടലാസിൽ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുള്ള ഒരു അപേക്ഷ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അതും അവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ അറ്റാച്ച് എന്നുള്ള ഭാഗമാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ഭാഗത്ത് വിവരണം എന്നുള്ള ഭാഗത്ത് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സേവ് ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സേവന വിശദാംശങ്ങളാണ്. അപേക്ഷകനെ സംബന്ധിക്കുന്ന വാർഡ്, പേര്, നമ്പർ, കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സത്യപ്രസ്താവനയാണ്. അതിനായിട്ട് കൺസെന്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സമർപ്പിക്കുക എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് പേയ്മെന്റോ കാര്യങ്ങളോ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നതോട് കൂടി തന്നെ ലോക്കൽ ബോഡിയിലോട്ട് ഈ ഒരു അപേക്ഷ പോകുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ BPL സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷ, അത് BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് BPL സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷകൾ നമ്മൾ കൊടുക്കുന്നത്.